പൊതുരാഷ്ട്രീയ വികസന പ്രശ്നങ്ങളോടൊപ്പം പ്രവാസി ക്ഷേമവും സജീവ ചർച്ചയാകുന്ന മണ്ഡലമാണ് ഗുരുവായൂർ. മൂന്നാം തവണയും വിജയമുറപ്പിക്കാനിറങ്ങുന്ന പ്രവാസി സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ LDF-ലെ KV അബ്ദുൽ ഖാദറിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയവും പ്രവാസികളോടുള്ള സർക്കാരിന്റെ അവഗണനയാണ്. ഗുരുവായൂരിലെ LDF സ്ഥാനാർത്ഥി KV അബ്ദുൽ ഖാദർ നമ്മളോടൊപ്പം ചേരുന്നു. പ്രചരണത്തിന്റെ 4ാം ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. എത്രമാത്രം ആത്മവിശ്വാസമുണ്ട്? തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ഓരോ വീടുകളിലും കടന്നു ചെല്ലുന്നതിന്റെ അവിടെ നിന്ന് ലഭിക്കുന്ന അനുകൂലമായ പ്രതികരണത്തിന്റെ ആവേശത്തിലാണ് ഞങ്ങളെല്ലാം. 2011 ഭൂരിപക്ഷം ലഭിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല. പ്രവാസികളും പ്രവാസി കുടുംബങ്ങളും ഏറെയുള്ള ഒരു മണ്ഡലമാണല്ലോ ഇതിവിടെ. സ്വാഭാവികമായിട്ടും പ്രവാസി പ്രശ്നങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമോ? പ്രവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ, അവരുടെ പുനരധിവാസ കാര്യത്തിൽ UDF ഗവൺമെന്റ് എടുത്ത ഗുരുതരമായ നിരുത്തരവാദിത്വം ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാന വിഷയമാണ്. കഴിഞ്ഞ 5 വർഷക്കാലം നിയമസഭയ്ക്കകത്തും പുറത്തും പ്രവാസി പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങൾ ആ തരത്തിൽ ജനങ്ങൾക്കിടയിലുണ്ട്. ഇപ്പൊ നിതാക്കത്തുമായി ബന്ധപ്പെട്ട പുനരധിവാസ പദ്ധതികൾ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. പക്ഷെ ഒരു കാര്യം പോലും അവർ നടപ്പിലാക്കിയില്ല. തിരിച്ചുവന്ന പ്രവാസികളെ ക്രൂരമായി അവഗണിച്ചു. അവരുടെ യാത്രാ പ്രശ്നത്തിൽ ഗവൺമെന്റിന്റെ പ്രഖ്യാപനങ്ങൾ ഒന്നും നടപ്പിലായില്ല. അതുകൊണ്ട് തന്നെ പ്രവാസികൾ വലിയ തോതിലുള്ള ഈ ഗുരുവായൂർ നിയമസഭാ മണ്ഡലത്തിൽ അവരുടെ കുടുംബാംഗങ്ങൾ, പ്രവാസികൾ UDF-നെതിരായിട്ട് വോട്ട് ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല. എന്നാൽ പ്രവാസി ക്ഷേമത്തിനായി സർക്കാർ നടപ്പാക്കിയ പദ്ധതികൾക്ക് അംഗീകാരം കിട്ടുമെന്നാണ് യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റും UDF സ്ഥാനാർത്ഥിയുമായ PM സാദിഖ് അലിയുടെ വിശ്വാസം. ഗുരുവായൂരിലെ UDF സ്ഥാനാർത്ഥി PM സാദിഖ് അലി നമ്മളോടൊപ്പമുണ്ട്. എങ്ങനെയുണ്ട് ഈ ഒരു 3ാം ഘട്ട പ്രചരണത്തിലേക്ക് കടക്കുകയാണല്ലോ, ഇപ്പോൾ എത്രമാത്രം ആത്മവിശ്വാസം? വളരെ നല്ല ആത്മവിശ്വാസമുണ്ട്, നല്ല പ്രതീക്ഷയാണുള്ളത്. മണ്ഡലത്തിലുടനീളം ഒരു അനുകൂലമായ കാലാവസ്ഥയാണ് ഉള്ളത്. ജനങ്ങളെ മുഖവിലക്കെടുത്തേ നമുക്ക് എന്തും പറയാൻ കഴിയും. ജനാധിപത്യത്തിൽ ജനങ്ങളുടെ തീരുമാനമാണ് പ്രധാനം. പക്ഷെ ജനങ്ങൾ എല്ലാ അർത്ഥത്തിലും ഒരു മാറ്റത്തിന് വേണ്ടി കൊതിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അതാണ് ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന കാര്യം. പ്രവാസികൾ ഏറ്റവും കൂടുതലുള്ള, പ്രവാസി കുടുംബങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഒരു മണ്ഡലം കൂടിയാണല്ലോ ചാവക്കാട്, ഈ ഗുരുവായൂർ. സ്വാഭാവികമായും ഈ പ്രശ്നങ്ങളും, ഇപ്പോൾ പ്രവാസികൾ നേരിടുന്ന പ്രശ്നങ്ങളും ഈ തെരഞ്ഞെടുപ്പിലൊരു വിഷയമാകില്ലേ? അതിനെങ്ങനെയാണ് UDF അഡ്രസ് ചെയ്യുന്നത്? പ്രവാസി സമൂഹത്തോട് ഏറ്റവും അനുകൂലമായ രീതിയിൽ നിലപാടുകൾ എടുത്തിട്ടുള്ളത്, അവർക്ക് വേണ്ടി അവരുടെ പ്രയാസങ്ങളിൽ ഇടപെടുകയൊക്കെ ചെയ്തിട്ടുള്ളത് ഐക്യജനാധിപത്യ മുന്നണിയാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ UPA സർക്കാരിന്റെ കാലത്താണ് പ്രവാസി വകുപ്പ് തന്നെ രൂപീകരിച്ച് കേരളത്തിൽ നിന്നുള്ള ഒരു മന്ത്രി, ബഹുമാന്യ ശ്രീ വയലാർ രവി അതിന്റെ വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിയാണ്. പ്രവാസികളുടെ വിഷയങ്ങളിൽ ഇടപെടുന്നവരാണ്. ഇപ്പൊ എന്റെ പാർട്ടി തന്നെ പ്രവാസി സമൂഹത്തിന്റെ വലിയ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. ഏറ്റവും കൂടുതൽ ഞങ്ങൾ പ്രവാസികളുടെ ക്ഷേമകാര്യങ്ങളിൽ ഇടപെടുന്നു. ഈ സർക്കാരിനും അതിൽ നയമുണ്ട്, കാഴ്ചപ്പാടുണ്ട്. വിജയത്തിൽ കുറഞ്ഞ ഒരു ലക്ഷ്യവും ഇരു മുന്നണികൾക്കും ഗുരുവായൂർ മണ്ഡലത്തിലില്ല. അതുകൊണ്ട് തന്നെ ഫലം പ്രവചനാതീതമാകും. ഗുരുവായൂരിൽ നിന്ന് ക്യാമറ പേഴ്സൺ രാജു പാവർട്ടിക്കൊപ്പം ശ്യാം കൃഷ്ണൻ, മീഡിയ 1. താങ്ക് യു വെരി മച്ച്.